തുടങ്ങാം. ആക്ച്വൽ പോളിലേക്ക് പോകാൻ പോവുകയാണ്. ഏറ്റവും സുപ്രധാന മോക്ക് പോളിനെ കുറിച്ച് പറഞ്ഞു. എത്ര മിനിറ്റുകൾക്ക് മുൻപ് ആരംഭിക്കണം? 90 മിനിറ്റുകൾക്ക് മുൻപ് ആരംഭിച്ചിരിക്കണം. അപ്പം നമ്മൾ രാവിലെ 5:30 എഴുന്നേറ്റാൽ മതിയാ പോരാ, 5:30 തുടങ്ങിയിരിക്കണം. 1 മണിക്കൂർ മുൻപെങ്കിലും നേരത്തെ എഴുന്നേറ്റിരിക്കണം എന്നാണ്. എന്നാലേ നമുക്ക് റെഡിയായി വരാൻ പറ്റുള്ളൂ. അങ്ങനെ 5:30 മണിക്ക് മോക്ക് പോൾ സ്റ്റാർട്ട് ചെയ്ത് മോക്ക് പോളിൽ എത്ര വോട്ടാണ് പറഞ്ഞത്? 50 വോട്ടൊക്കെ ചെയ്ത്. പക്ഷെ ചെങ്ങന്നൂർ മണ്ഡലത്തിലെ ഒരു ഇലക്ഷൻ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നു. അന്ന് എന്ത് സംഭവിച്ചെന്നറിയാം? ഒരു ബൂത്തിൽ മോക്ക് പോൾ ചെയ്ത വോട്ടൊക്കെ അങ്ങനെ നെറ്റേച്ച് എന്നിട്ട് റിയൽ പോൾ സ്റ്റാർട്ട് ചെയ്തു. അത് ചെങ്ങന്നൂർ സംഭവിച്ചത്. വോട്ട് കൂടുതൽ, അതായത് ടോട്ടൽ വോട്ട് നോക്കുമ്പോൾ ഒരു 19 വോട്ട് കൂടുതലാണ്. അപ്പോൾ അത് സംഭവിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ആക്ച്വൽ പോള് തുടങ്ങുന്നത് 7 o'clock. അപ്പോൾ 7 മണിക്ക് തുടങ്ങുന്നതിന് മുൻപ് ഒരുപിടി കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്, അത് തയ്യാറാക്കി വെക്കാനുണ്ട്. അങ്ങനെ നമ്മൾ അറിയുകയാണെങ്കിൽ കുറച്ച് നമുക്ക് എളുപ്പമാകും. അപ്പോൾ ഈ ആക്ച്വൽ പോളിന് വേണ്ടി കമൻസ്മെന്റ് ഓഫ് പോൾ ആരംഭിക്കുന്നതിന് മുൻപ് നമ്മൾ തയ്യാറാക്കേണ്ട കാര്യങ്ങൾ. ഇപ്പോൾ ഒന്നാമത് കമൻസ്മെന്റ് ഓഫ് പോൾ ആരംഭിക്കുന്നതിന് മുൻപ് നമ്മൾ നടത്തിയിരിക്കേണ്ട ഒരു കാര്യമാണ്. എന്താണ്? വാണിംഗ് അബൌട്ട് സീക്രസി ഓഫ് വോട്ടിംഗ്. വോട്ടിങ്ങിന്റെ രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കണമെന്ന് മലയാളത്തിൽ നമ്മൾ പറഞ്ഞു പോയാൽ ഒരുപാട് പോകും. അതുകൊണ്ട് നമുക്ക് ഒരു മോഡൽ ഇവിടെ തരുന്നുണ്ട്. ആ മോഡൽ വെച്ചങ്ങോട്ട് ഒന്ന് വായിച്ചാൽ മതി. ഇനി നമ്മുടെ ടേബിളിൽ, പ്രിസൈഡിംഗ് ഓഫീസറുടെ ടേബിളിൽ ഉണ്ടായിരിക്കേണ്ട ഒന്നാണ് ഏറ്റവും താഴെയുള്ള ഡിക്ലറേഷൻ ഓഫ് പ്രിസൈഡിംഗ് ഓഫീസർ. ആ ഡിക്ലറേഷൻ പോൾ ആരംഭിക്കുന്നതിന് മുൻപ് നമ്മൾ നടത്തിയിരിക്കണം. ഒരു ഡിക്ലറേഷൻ, ഒരു പ്രഖ്യാപനം. അങ്ങനെ ഡിക്ലറേഷൻ എന്ന് പറയുന്ന 4 പ്രഖ്യാപനമാണ് ഒരു പ്രിസൈഡിംഗ് ഓഫീസർ നടത്തേണ്ടത്. 4 സമയങ്ങളിൽ 4 പ്രഖ്യാപനം. സാധാരണയായി 3 എണ്ണം നമ്മൾ എല്ലാവരും നടത്തിയിരിക്കണം. 1 എണ്ണം ചിലപ്പോൾ വേണ്ടി വരാതിരിക്കാം. അപ്പൊ ഈ 4 പ്രഖ്യാപനവും നമുക്ക് ഫോമായിട്ട് തരും. പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4. അത് ആ സമയത്ത് നമ്മൾ വായിച്ചാൽ മതി. അപ്പൊ ഡിക്ലറേഷൻ ഓഫ് പ്രിസൈഡിംഗ് ഓഫീസർ ഇപ്പോൾ എഴുതി കാണിച്ച ഒരു ഫോം ഉണ്ടല്ലോ. എന്താണ്? അങ്ങേയറ്റത്തെ വായിച്ചാൽ മതി. 17A. എന്തുവാ 17A രജിസ്റ്റർ? ഈ 17A രജിസ്റ്റർ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അത് തയ്യാറാക്കി വെക്കണം. പിന്നെന്തുവാ? അത് അങ്ങേയറ്റമുണ്ട് 17C എന്ന് പറഞ്ഞ ഫോം. ആ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ കേട്ടില്ലേ 17C? അപ്പൊ ആ 17C മൊത്തം നമുക്ക് തയ്യാറാക്കാൻ പറ്റില്ല, പക്ഷെ റെഡിയാക്കി അവിടെ ഉണ്ടായിരിക്കണം ടേബിൾ. ഇതൊക്കെ നമുക്ക് അവസാനം വേണ്ട ഐറ്റംസ് ആണ്. പിന്നെ ഒരു വിസിറ്റ് ഷീറ്റ്. അപ്പം 7 മണിക്ക് തെരഞ്ഞെടുപ്പ് തുടങ്ങുന്നതിന് മുൻപ് റെഡിയായി നിൽക്കേണ്ട കാര്യങ്ങളൊക്കെ റെഡിയായി നിർത്തിയിരിക്കുകയാണ്. കൂട്ടത്തിൽ എന്തുണ്ടാവും? ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ. അത് പിന്നെ മോക്ക് പോളിൽ നമ്മൾ എല്ലാം റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ പ്രിസൈഡിംഗ് ഓഫീസർ ഡിക്ലറേഷൻ 4 എണ്ണം ഉണ്ടാകും. ഒന്നാമത് പോള് തുടങ്ങുന്നതിന് മുൻപ് നടത്തിയിരിക്കേണ്ടതാണെന്ന് പറഞ്ഞ് നമുക്കത് നോക്കാം. അതിലെ പാർട്ട് 1 കണ്ടോ? ഇതാണ് പ്രിസൈഡിംഗ് ഓഫീസർ പോൾ ആരംഭിക്കുന്നതിന് മുൻപ് നടത്തിയിരിക്കേണ്ട പ്രഖ്യാപനം. ബാക്കി നമ്മൾ താഴെ ഏജന്റുമാരുടെ ഒപ്പുകൾ വാങ്ങുക. അപ്പൊ പാർട്ട് 1 4ൽ 1 ഡിക്ലറേഷൻ പിടികിട്ടി. രണ്ടാമത് റെഡിയാക്കി വെക്കാൻ പോകുന്നത് ഏതാ? 17A. അതാരുടെ ടേബിളില? സെക്കൻഡ് പോളിംഗ് ഓഫീസറുടെ ടേബിളില. നേരത്തെ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? 17A രജിസ്റ്ററിൽ ഏറ്റവും മുകളിലായിട്ട് രേഖപ്പെടുത്തിയിരിക്കണം. ഓർക്കുന്നുണ്ടോ? എന്തോന്നും പറഞ്ഞില്ലായിരുന്നോ? ഒരു പർട്ടിക്കുലർ സെന്റൻസ് കൺട്രോൾ യൂണിറ്റിന്റെ
ടോട്ടൽ ബട്ടൺ പ്രസ് ചെയ്ത് അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 0 എന്ന് പറയുന്ന ആ പർട്ടിക്കുലർ വാചകം നമ്മൾ 17A രജിസ്റ്ററിന്റെ മുകളിൽ നമ്മൾ രേഖപ്പെടുത്തിയിരിക്കണം. ആ ഏറ്റവും താഴത്തെ ബോക്സിൽ താഴ്ഭാഗത്തുണ്ട് ടോട്ടൽ ഇൻ ദ കൺട്രോൾ യൂണിറ്റ് ചെക്ക്ഡ് ആൻഡ് ഫൗണ്ട് ടു ബി 0. ഇത് നമ്മുടെ കൈപ്പടയിൽ 17A രജിസ്റ്ററിൽ എഴുതി വെക്കുന്നത്. ഒരു മോഡൽ കാണുന്നു, കണ്ട. എന്നിട്ട് അവർ ആരാ ഒപ്പിടണ്ട? ആ സെന്റൻസിന്റെ ആ സൈഡിലായിട്ട് ഫസ്റ്റ് പോളിംഗ് ഓഫീസർ. ഇത് ആരുടെ ടേബിളില? അടുത്ത ഒരു ഡയറി മെയിൻറ്റെയിൻ ചെയ്യാം. പ്രിസൈഡിംഗ് ഓഫീസർക്ക് അന്ന് രാവിലെ ഇലക്ഷൻ ആരംഭിച്ചത് മുതൽ എന്ത് ചെയ്യുന്നത് വരെയുള്ള 27 കാര്യങ്ങൾ നമ്മളോട് ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ഉത്തരം എഴുതി 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 വെക്കേണ്ടതാണ് ഡയറി. ചിലപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ എഴുതാം, ഈ മെഷീൻ്റെ നമ്പർ എഴുതാം, കൺട്രോൾ യൂണിറ്റ്, ബാലറ്റ് യൂണിറ്റ്, നമുക്ക് തന്ന സീലിൻ്റെ നമ്പർ എന്നിത്യാദി തുടങ്ങി 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 താഴോട്ട് വരുമ്പോൾ 7 മണി മുതൽ 8 മണി വരെ എത്ര വോട്ട് ചെയ്യും, അല്ലെങ്കിൽ 9 മണി മുതൽ 11 മണി വരെ എത്ര വോട്ട് ചെയ്യും. അതിങ്ങനെ സ്പ്ലിറ്റപ്പ് ചോദിക്കുന്ന ഡയറിയിൽ. അപ്പോൾ അത് എഴുതി പോകേണ്ട ഈ സംഭവം നമ്മുടെ ടേബിളിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതെവിടുന്ന് കിട്ടും ഈ പറയുന്ന ഡയറി? നമുക്കൊരു ഫോംസിന്റെ ബുക്ക് തരും. ഇപ്പൊ അങ്ങനെയാണ്, ഫോംസ് എല്ലാം കൂടി അടങ്ങിയ ഒരു ബുക്ക്. എന്നിട്ട് ആ രജിസ്റ്ററിൽ നിന്നും ഓരോരോ ആവശ്യമുള്ളത് നമുക്കിങ്ങനെ തിയറിയിൽ എടുക്കാൻ വേണ്ടി ഇങ്ങനെ പാടുണ്ട്, സ്കെയിൽ വെച്ചിട്ട് സ്കെയിൽ എടുക്കും. അപ്പൊ അങ്ങനത്തെ പ്രിസൈഡിങ് ഓഫീസേഴ്സ് ഡയറിയാണ് നമ്മൾ കാണുന്നത്. എല്ലാം ഒന്നും വായിക്കണ്ടല്ലോ, നമുക്ക് 6 മണിയാവും വായിച്ച് വായിച്ച് പോവുകയാണെങ്കിൽ. ഞാൻ പറഞ്ഞില്ലേ 7 മണി മുതൽ 9 മണി വരെ, 9 മണി മുതൽ 11 മണി വരെ ഇതുപോലെ ചോദിക്കുന്ന വേറൊരു സംഗതിയെ കുറിച്ച് ഇവിടെ പറഞ്ഞാണല്ലോ. ഏതാ? ആപ്പ് അല്ലേ? ആപ്പിന്റെ പേര് പോൾ മോണിറ്റർ എന്ന് പറഞ്ഞ ആപ്പ്. അപ്പോൾ അത് നമ്മൾ ഡൗൺലോഡ് ചെയ്യണം, എന്നിട്ട് ആക്ടിവേറ്റ് ചെയ്യണം. ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ 20 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. 18 എണ്ണം പോൾ അന്നത്തെ ദിവസത്തെ കുറിച്ചുള്ളത്, 2 എണ്ണം തലേ ദിവസം ഡിസ്ട്രിബ്യൂഷൻ സെന്ററിൽ എത്തിയോ എത്തി, ബൂത്തിലെത്തിയോ എത്തി, അതിൻ്റെ ലൊക്കേഷൻ ഉൾപ്പെടെ അടിച്ചു കൊടുക്കുന്ന പോൾ മാനേജർ എന്ന് പറഞ്ഞ ആപ്പ്. ആർക്കൊക്കെ അത് ഡൗൺലോഡ് ചെയ്യാം? പ്രിസൈഡിംഗ് ഓഫീസർ, ഫസ്റ്റ് പോളിംഗ് ഓഫീസർ, 2 പേർക്കും അത് ചെയ്യാം. 2 പേരും ചെയ്യുന്നു. 2 പേരും ചെയ്യുമെന്ന് പറഞ്ഞ് 2 ബൂത്തിൻ്റെ ആയിട്ടൊന്നും പോകൂല, ഒറ്റ ബൂത്ത്. നിങ്ങളുടെ എല്ലാവരും മൊബൈൽ ഫോൺ നമ്പർ കറക്റ്റായിട്ടാണ് ഈ ഓർഡർ ആപ്പിലൊക്കെ വന്നിരിക്കുന്നത്. ഇല്ല എങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ സെന്ററിൽ ഒരു ഹെൽപ്പ് ഡെസ്ക് ഉണ്ടാകും, അവിടെ പോയി പറഞ്ഞ് കറക്റ്റ് ചെയ്താൽ അന്ന് പിന്നെ ആ മൊബൈൽ നമ്പർ അനുസരിച്ച് നമുക്ക് കൊടുക്കാം. ഇതിനകത്തും ഒരു വിസിറ്റ് ഷീറ്റ് ഉണ്ട്. ഈ ഡയറിയിൽ, ഡയറിക്ക് ഉള്ളിൽ ഒരു വിസിറ്റ് ഷീറ്റ് ഉണ്ട്, അല്ലാതെ ഒരു വിസിറ്റ് ഷീറ്റ് വേറെയും ഉണ്ട്. ഇതൊക്കെ അതിന്റെ ഭാഗമാണ്. ഡയറിയുടെ 27 കണ്ട സീരിയൽ നമ്പർ. ഈ 21 മുതൽ 27 വരെ കുറച്ച് ഗംഭീരമായ കാര്യങ്ങളാണ്, പല കലാപങ്ങളാണ്. അടുത്ത അതോ ഇതോ ബൂത്ത് കൊടുത്തോ ഇതൊന്നും ഇവിടെ ഇല്ല. അതൊക്കെ ഒന്നുമല്ല ബീഹാറിലോ അവിടെയൊക്കെ. ഇവിടെ എല്ലാം നിങ്ങളുടെ പ്രശ്നങ്ങളൊന്നുമില്ല, നമ്മൾ എസ്വർണ വഴി അങ്ങ് പോയാൽ മതി. ഇനി എന്തുകൊണ്ട് നമ്മൾ ഒരു പ്രധാനപ്പെട്ട ഫോം 17C കുറേ കേട്ടായിരിക്കാം 17Cയെ കുറിച്ച് അല്ലേ? അല്ലേ? ഇപ്പൊ ഇന്നിങ്ങനെ ഈ ക്ലാസ്സിൻ്റെ അടുത്തുകൂടിയൊക്കെ പോയാൽ എല്ലാവരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് 17C. ഒരുപാട് പുരാണം അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് നമ്മൾ റെഡിയാക്കി വെക്കണം. അപ്പൊ 17C ഇതൊരു ഭാഗം, അതിൻ്റെ അല്പക്കുടി ഉണ്ട്. പിന്നെ മറുപുറം റിസൾട്ടിൻ്റെ അന്ന് നോക്കേണ്ട കാര്യങ്ങളാണ് 17Cയുടെ സെക്കൻഡ് പാർട്ട്. അങ്ങനെ നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. പോൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോഴാണ്